ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തിരുവാതിരയ്ക്ക് പാലക്കാട്ടുകാർ വയ്ക്കുന്ന മധുരക്കറി വെച്ചാലോ? അതിനായി കുറച്ച് മുതിര അല്ലെങ്കിൽ കൊള്ള എടുക്കാം. അത് പച്ചമണം പോകുന്നത് വരെ ഒന്ന് നമുക്ക് വറുക്കാം. ഒരുപാട് കളർ ചേഞ്ച് ആവേണ്ട, ഏകദേശം കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം ഞാൻ നല്ല മണം വരുന്നുണ്ട് കേട്ടോ കൊള്ളിൻ്റെ. ഏകദേശം ഇതുപോലെ ആവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലുള്ള തൊണ്ട് ഉണ്ടാവും, അതൊന്ന് വൃത്തിയാക്കാം. അതിനുശേഷം ലഭിക്കുന്ന ആ പരിപ്പ് എടുത്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ആ സമയത്ത് നമ്മൾ പച്ചരി കുതിരാൻ വയ്ക്കണം. ഒരു 10 മിനിറ്റ് കുതിർന്ന ശേഷം, പച്ചരിയാണ് ഇത്, ഒരുവിധം കുതിർന്ന ശേഷം നമുക്ക് ഇതും ഒന്ന് അരച്ചെടുക്കാം. നന്നായി അരയണ്ട, എന്നാൽ തരി പോലെയാണ് അരയേണ്ടത്. നമുക്കപ്പോൾ അരച്ചിട്ട് കാണിച്ചു തരാം. ഏകദേശം ഇതുപോലെ ഒരുവിധം അരയണം, എന്നാൽ കുറച്ച് തരി ഉണ്ടാവുകയും വേണം. പിന്നീട് ഇതിന് ആവശ്യമായത് തേങ്ങ, വെല്ലം, നെയ്യ്, ഏലക്കായ എന്നിവയാണ്. കൊള്ള ഒരുവിധം അല്ലെങ്കിൽ മുതിര ഒരുവിധം വെന്ത ശേഷം നമുക്കത് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം അതിൽ ആ അരച്ച് വെച്ച പച്ചരി ചേർക്കാം. അത് രണ്ടും നന്നായി വെന്ത ശേഷം നമുക്ക് ഈ വെല്ലം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വെല്ലം ആഡ് ചെയ്യാം. വെല്ലം ആഡ് ചെയ്ത ശേഷം ആ ഏലക്കായ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയ ശേഷം അതും ഒന്ന് പൊടിച്ച് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം പായസത്തിൽ. ഫൈനലി തേങ്ങ ചുരവിയതാണ് ഇടേണ്ടത്. അതിട്ട ശേഷം നന്നായി തിളയ്ക്കണം. തിളച്ച ശേഷം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. പായസം റെഡി. ഇത് പാലക്കാട്ടുകാർ മധുരക്കറി എന്നാണ് പറയുക. ഇത് മുതിര പായസം എന്ന് വേണമെങ്കിലും പറയാം. ഈസിയാണ്, വെച്ച് നോക്കൂ.